ഇപ്പോൾ ദുരന്തഭൂമിയായ ചൂരൽമലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ്. സച്ചിൻ, ഇനിയിപ്പോൾ ഏകദേശം വൈകുന്നേരത്തോട് അടുക്കാൻ സമയമാകുന്നു. രാവിലെ മുതൽ 7 മണി മുതൽ ആരംഭിച്ച രക്ഷാപ്രവർത്തനം, ആ രക്ഷാദൗത്യം, തെരച്ചിൽ വലിയ രീതിയിൽ തന്നെ പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് പകൽ മുഴുവൻ കാണാൻ കഴിയുകയും ചെയ്തത്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയോ ഉച്ചയ്ക്ക് തുടങ്ങുകയും ചെയ്തു. എന്തെങ്കിലും സൂചനകൾ, ഏതെങ്കിലും മൃതദേഹങ്ങൾ ഉള്ളത് സംബന്ധിച്ച സൂചനകൾ ലഭ്യമായോ? ഇപ്പോൾ മേജർ ഇന്ദ്രബാലൻ അടക്കമുള്ളവർ സ്ഥലത്തുണ്ടല്ലോ. രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൂടി ചേർന്നിട്ടുമുണ്ട്. നിലവിൽ ഇനി എന്താണ് ഈ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട്, തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ നടപടികളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാനുള്ളത്? അവിടുത്തെ ഒരു കാലാവസ്ഥയുടെ ഒരു സാഹചര്യം എങ്ങനെയാണിപ്പോൾ? സിജു, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബെയിലി പാലം നിർമ്മിച്ചതിൻ്റെ തൊട്ടടുത്താണ്. ഇവിടെ ആണിപ്പോൾ ഡ്രോൺ പരിശോധന മേജർ ഇന്ദ്രബാലിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ മേഖലയിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ ഭൂമിക്കടിയിൽ, അതുപോലെ തന്നെ ഈ വിവിധ ഭാഗങ്ങളിൽ ചെളിയടക്കം അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ കൃത്യമായ ഒരു പരിശോധനയാണ് ഡ്രോൺ ഉപയോഗിച്ച് ഇവിടെ നടക്കുന്നത്. ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഈ ഭാഗങ്ങളിൽ നടക്കുന്നത്. അതായത് സിഗ്നലുകൾ ഭൂമിക്കുള്ളിലേക്ക് കടത്തിവിട്ട് 3 മീറ്ററിലധികം താഴ്ചയിലുള്ള ബോഡി വരെ മനുഷ്യൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി സാധിക്കും. 1 മീറ്റർ ചുറ്റളവിലാണ് ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം നടക്കുന്നത്. അതിൻ്റെ ഈ ചൂരൽമലയിൽ, അതായത് നമ്മുടെ രക്ഷാപ്രവർത്തനമൊക്കെ തുടങ്ങിയ ഒരു ഭാഗമുണ്ടായിരുന്നു, ഒരു താൽക്കാലികമായി നടപ്പാലം നിർമ്മിച്ച ഭാഗം. ആ ഭാഗത്തൊക്കെയാണ് ഇപ്പോൾ പരിശോധന നടത്തിയത്. ഇവിടെ പരിശോധന നടത്തി ഡ്രോൺ അടക്കം ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും യാതൊരുവിധ പരിശോധനയും നടത്താൻ വേണ്ടി സാധിച്ചില്ല. കാരണം ബെയിലി പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ ഈ താൽക്കാലിക നടപ്പാലമടക്കം ഈ മേഖലയിലായിരുന്നു നിർമ്മിച്ചത്. അതിനാൽ ഈ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം. മുണ്ടക്കൈ മേഖലയിലെ ആളുകളെയൊക്കെ കടത്തിക്കൊണ്ടുവന്നതും അതുപോലെ തന്നെ മറ്റ് അവശ്യ വസ്തുക്കളും എടുത്ത് ആളുകളൊക്കെ പുഴ കടന്ന് പോയിരുന്ന താൽക്കാലിക നടപ്പാലം ഉണ്ടായിരുന്ന മേഖലയാണിത്. ഈ മേഖലയിലാണ് ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തിയതിൽ മറ്റ് വിവരങ്ങളൊന്നും ഇപ്പോൾ മേജർ ഇന്ദ്രബാലൻ വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ഈ മേഖലയിൽ ശക്തമായ രീതിയിൽ ഒരു പരിശോധന നടത്തുമെന്ന ഒരു സൂചന തന്നെയാണ് മറ്റു ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് ചൂരൽമലയിലെ ഈ താൽക്കാലിക നടപ്പാലവും അതുപോലെ തന്നെ ബെയിലി പാലവുമുള്ള ഭാഗത്ത് ഒരു തിരച്ചിൽ നടത്തുമെന്ന ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ നല്ലൊരു കാലാവസ്ഥയാണ് ഇന്ന് രാവിലെ മുതൽ വയനാട് മേപ്പാടി ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഇത് നല്ല രീതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിന്, അതായത് തിരച്ചിലിനെയൊക്കെ നല്ല രീതിയിൽ സഹായകരമായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ശക്തമായ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. JCB അതുപോലെ തന്നെ ഹിറ്റാച്ചി അടക്കം ഈ മേഖലകളിൽ കെട്ടിടങ്ങൾക്കുള്ളിലടക്കമുള്ള മണ്ണുകൾ മാറ്റിയും കെട്ടിടങ്ങൾ നീക്കം ചെയ്തുമുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് 5 മണി വരെ ശക്തമായ രീതിയിൽ പരിശോധന തുടരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. സച്ചിൻ, ഇപ്പോൾ ഒരു KSRTC ബസ് ബെയിലി പാലത്തിലൂടെ കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിലവിലുള്ള രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി ആളുകളെ കൊണ്ടുപോകാൻ വന്ന ബസ്സാണ്, അതോ നിലവിൽ അവിടെ റോഡുകളെല്ലാം താറുമാറായി കിടക്കുകയാണ്? നേരത്തെ ഈ മേപ്പാടി മേഖലയിൽ KSRTC ബസ് സർവീസ് ഉണ്ടായിരുന്നതായി നമുക്കറിയാവുന്നതാണ്. നിലവിൽ അങ്ങനെ സർവീസ് നടത്തുന്ന ബസ്സാണോ, അതോ ഈ രക്ഷാപ്രവർത്തകരെ കൊണ്ടുപോയ ബസ്സാണോ അത്? ഇപ്പോൾ കടന്നു വരുന്ന ബസ് കഴിഞ്ഞ ദിവസങ്ങളിൽ മേപ്പാടിയിൽ കുടുങ്ങിയ ബസ്സാണ്. അതായത് ഈ മേഖലയിൽ കഴിഞ്ഞ ദിവസം പാലം തകർന്നതിനെ തുടർന്ന് ഒരു ബസ് കുടുങ്ങിയിരുന്നു. ആ ബസ്സാണ് ഇപ്പോൾ ഈ ബെയിലി പാലത്തിലൂടെ കടന്നു വരുന്നത്. ആ ബസ് ഈ ദുരന്തമുണ്ടാവുന്നതിന് അന്ന് രാത്രി ഈ മേഖലയിലെത്തി ഈ ചൂരൽമലയിൽ കുടുങ്ങിയതാണ്. അത് പുറത്തെത്തിക്കുന്ന ഒരു ദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ബസ്സിൽ അവസാനമായി ഇവിടെ നിരവധി ആളുകൾ എത്തിയിരുന്നു. ഈ പ്രദേശവാസികൾ, അവരിൽ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് എന്ന ഒരു ആശങ്കയുമുണ്ട്, ആരൊക്കെ മരണപ്പെട്ട് എന്ന ഒരു ആശങ്കയുമുണ്ട്. അതിനാൽ തന്നെ ഈ ബസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ചൂരൽമലയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അത് ഇപ്പോൾ പുറത്തെത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. കൽപ്പറ്റ ഡിപ്പോയിൽ നിന്നുള്ള ഈ മുണ്ടക്കൈ വരെ പോകുന്ന ബസ്സാണ്. അതിൻ്റെ അവസാന ഹോൾട്ടാണ് ഈ ചൂരൽമല ഭാഗത്ത്. ആ ബസ്സിലെ KSRTC കൽപ്പറ്റ ഡിപ്പോയിൽ നിന്നെത്തിയ KSRTCയിലെ ജീവനക്കാരാണ് ആ ബസ് ഇപ്പോൾ പുറത്തെത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ബസ് എത്ര ദിവസം കൊണ്ടാണ് പുറത്തെത്തിക്കുക, മറ്റു കാര്യങ്ങളിലൊക്കെ ഒരു അനിശ്ചിതം ഉണ്ടായിരുന്നു. എന്നാൽ അത് ഇപ്പോൾ പുറത്തേക്ക് മാറ്റുകയാണ്.
ഏറ്റവും അവസാനമായി ഈ മേഖലയിൽ ബസ് എത്തി. അതിനുശേഷം ഈ ബസ്സിലുണ്ടായിരുന്ന ജീവനക്കാരടക്കം ഈ ഉരുൾപൊട്ടലുണ്ടായ ഭാഗത്ത് നിന്നും തൊട്ടടുത്താണ് താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അവരടക്കം എന്തോ വലിയൊരു ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. കാരണം അവർ താമസിക്കുന്ന കെട്ടിടത്തിന് അരികിൽ വരെ ഉരുൾപൊട്ടലിൻ്റെ പ്രകമ്പനം ഉണ്ടായിരുന്നു. ആ ബസ് ഇപ്പോൾ പുറത്ത് എത്തിച്ചുകൊണ്ട് ഈ ചൂരൽമലയിലെ പാലത്തിനപ്പുറമായിരുന്നു ആ ബസ്. പാലം തകർന്നതോടെ ആ ബസ് ഈ മേഖലയിൽ കുടുങ്ങുകയായിരുന്നു. ഇപ്പോൾ ഈ ബസ് കൽപ്പറ്റ ഡിപ്പോയിലേക്ക് മാറ്റുകയാണ്. കൽപ്പറ്റ ഡിപ്പോയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എത്തിക്കൊണ്ടാണ് ഈ ബസ് മാറ്റുന്നത്. KL 15 8047 എന്ന നമ്പറോട് കൂടിയ KSRTC ബസ്സാണ് ഇത്. കൽപ്പറ്റയിൽ നിന്നും മുണ്ടക്കൈ വരെ പോകുന്ന ബസ്സാണ്. ഇതിൽ അന്ന് രാത്രി എത്ര ആളുകൾ ഇതിൽ വന്ന ആളുകൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, അതുപോലെ തന്നെ എത്ര ആളുകൾ മരണപ്പെട്ടു എന്ന കാര്യത്തിൽ പോലും സംശയം നിലനിൽക്കുകയാണ്. കാരണം അത്രയും ഈ മേഖലയിലെ ആളുകൾ ആശ്രയിക്കുന്ന ഒരു അവസാന ബസ് കൂടിയാണ്. ഈ ബസ്സിൻ്റെ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഈ മേഖലയിലെത്തി കുടുങ്ങിക്കിടന്ന ഒരു ബസ് ഇപ്പോൾ കൽപ്പറ്റയിലേക്ക് മാറ്റുകയാണ്. സിജു, ശരി, സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിയത്. ദുരന്തത്തിൻ്റെ തലേന്ന് അന്നേ ദിവസത്തെ അവസാനത്തെ ട്രിപ്പുമായി വന്ന KSRTC ബസ്, ആ ബസ്സിലുണ്ടായിരുന്ന പലരുടെയും ജീവിതയാത്രയിൽ അവസാനത്തെ ട്രിപ്പായി മാറുകയും ചെയ്ത ദുഃഖകരമായ ഒരു കാര്യം, അതിൻ്റെ തുടർച്ചയെന്നോണം ഇപ്പോൾ നിലവിൽ വലിയ തരത്തിലുള്ള ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 6ാം ദിവസത്തിലും ദൗത്യം അതിൻ്റെ പൂർണ്ണമായ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും വൈകുന്നേരത്തോടുകൂടി ഈ തെരച്ചിൽ നിർത്തിവെക്കും. നാളെ വീണ്ടും ആരംഭിക്കുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ ഇന്ന് തിരിച്ചറിഞ്ഞ 67 മൃതദേഹങ്ങളുടെ സംസ്കാരം അല്പസമയത്തിനകം ഹാരിസൺ മലയാളത്തിൻ്റെ സ്ഥലത്ത് സർക്കാർ ആവശ്യപ്പെട്ട അനുസരിച്ച് അവിടെ നടക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്.